കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് പ്രിയ വിദ്യാർത്ഥികളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യും. ഇന്നത്തെ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 4 ലോസാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ലോസാണ്, 4 നിയമങ്ങളാണ്. ആ നിയമങ്ങൾ മൊത്തത്തിൽ പറയുന്ന പേരാണ്, ആ നിയമങ്ങളെ ഫുൾ പറയുന്ന പേരാണ് ഗ്യാസ് ലോസ്. ഗ്യാസ് ലോസ്. അപ്പൊ ഇന്നലെ, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാറ്ററിന്റെ പ്രധാനപ്പെട്ട 3 സ്റ്റേറ്റുകൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻസുകൾ നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ പറഞ്ഞു നമുക്ക് എല്ലാ 3 സ്റ്റേറ്റുകളെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. നമുക്കാകെ പഠിക്കാനുള്ളത് ഗ്യാസ് സ്റ്റേറ്റിനെ കുറിച്ചിട്ടാണ്. അവസാനം പാഠത്തിന്റെ ചെറിയൊരു ഭാഗത്ത് ലിക്വിഡ് സ്റ്റേറ്റിനെ കുറിച്ച് കുറച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റേറ്റിലേക്ക് കടന്നു. ഗ്യാസ് സ്റ്റേറ്റിൽ ഗ്യാസുകളുടെ പ്രധാനപ്പെട്ട 4 മെഷറബിൾ പ്രോപ്പർട്ടീസ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം ആൻഡ് മാസ്. അതെ, ഞാൻ ഇതിലേക്ക് വരികയാണ്. കഴിഞ്ഞ ക്ലാസ് റിപ്പീറ്റ് ചെയ്യുന്നതല്ല, ഇതിലേക്ക് വരികയാണ്. ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം ആൻഡ് മാസ്. മാസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് മോൾസ് ആണ്, അല്ലെ? നമ്പർ ഓഫ് മോൾസ്, സ്മോൾ ലെറ്റർ n, ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് മോൾസ്, നമ്പർ ഓഫ് മോൾസ് n. അപ്പൊ ഈ പറയപ്പെട്ട 4 മെഷറബിൾ പ്രോപ്പർട്ടീസിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഏതെങ്കിലും 2 ക്വാണ്ടിറ്റികളെ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു, ഏതെങ്കിലും 2 ക്വാണ്ടിറ്റികളെ സ്ഥിരമാക്കി വെക്കുന്നു. ഗ്യാസിന്റെ ഏതെങ്കിലും 2 ക്വാണ്ടിറ്റികളിൽ മാറ്റമില്ലാതെ അവിടെ സ്ഥിരമാക്കി വെക്കുന്നു. എന്നിട്ട് ബാക്കി 2 ക്വാണ്ടിറ്റികൾ, ഫോർ എക്സാമ്പിൾ ഈ 2 എണ്ണം നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു. കോൺസ്റ്റന്റ് ആക്കുക എന്ന് പറഞ്ഞാൽ സ്ഥിരമാക്കി വെക്കുക. അങ്ങനെ സ്ഥിരമാക്കി വെച്ചിട്ട് സ്ഥിരമാക്കി വെക്കുമ്പോൾ, സ്ഥിരമാക്കി വെച്ച് കഴിഞ്ഞ ശേഷം ബാക്കി 2 ക്വാണ്ടിറ്റികൾ ഉണ്ടല്ലോ, അതിൽ ഒന്നിനെ മാറ്റുന്നു. അതായത് ഇപ്പൊ ഇതിൽ പ്രഷറിനെ ഞാൻ ചേഞ്ച് ചെയ്യുന്നു, ഗ്യാസിന്റെ പ്രഷറിനെ ചേഞ്ച് ചെയ്യുന്നു. ആ പ്രഷറിൽ മാറ്റം വരുമ്പോൾ ടെമ്പറേച്ചറിൽ എന്ത് മാറ്റം വരുന്നു, അല്ലെങ്കിൽ ടെമ്പറേച്ചറിനെ മാറ്റുന്നു, അപ്പോൾ പ്രഷറിൽ എന്ത് മാറ്റം വരുന്നു എന്ന് നമ്മൾ നോക്കും. അല്ലെങ്കിൽ പിയും വിയും കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു. എന്നിട്ട് ടെമ്പറേച്ചർ മാറ്റുന്നു. ടെമ്പറേച്ചർ മാറ്റുമ്പോൾ എന്നിൽ എന്ത് മാറ്റം വരുന്നു, നമ്പർ ഓഫ് മോൾസിൽ, അതായത് മാസിൽ എന്ത് മാറ്റം വരുന്നു. ഇങ്ങനെ ഏതെങ്കിലും 2 ക്വാണ്ടിറ്റികൾ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ബാക്കി 2 ക്വാണ്ടിറ്റികളിൽ എന്ത് മാറ്റമാണ് വരുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന, ബാക്കി 2 ക്വാണ്ടിറ്റികളിൽ ഒന്ന് മാറുമ്പോൾ ബാക്കി 4ാമത്തേതിൽ എന്ത് മാറ്റമാണ് വരുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലോസ് ആണ് ഗ്യാസ് ലോസ്. ഒന്നുകൂടി, ഗ്യാസിന്റെ 4 മെഷറബിൾ പ്രോപ്പർട്ടീസിൽ ഏതെങ്കിലും 2 എണ്ണം കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു. ബാക്കിയുള്ള 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിൽ മാറ്റം വരുമ്പോൾ ആ ലാസ്റ്റ് 4ാമത്തേതിൽ എന്ത് ചേഞ്ച് ആണ് വരുന്നത് എന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതാണ് ഈ 4 ഗ്യാസ് ലോസ്, വാതക നിയമങ്ങൾ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഓരോന്നിലേക്ക് പോയാലോ, ഓരോന്നായിട്ട് പോയാലോ? സിമ്പിളാണ്, ഈസിയാണ്. നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. പറയട്ടെ, ഒന്നാമത്തത് ഗ്യാസ് ലോസിൽ ഒന്നാമത്തത് ബോയ്ൽസ് ലോ. ബോയ്ൽസ് ലോ, ബോയിൽ നിയമം. ഇതില് നോക്കണം മക്കളെ, വി പി ടി എൻ, ഇതാണല്ലോ നമ്മുടെ 4 മെഷറബിൾ പ്രോപ്പർട്ടീസ്. ഇതില്
ടെമ്പറേച്ചറും നമ്പർ ഓഫ് മോൾസും കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു. ഏതെല്ലാം? ടെമ്പറേച്ചറും നമ്പർ ഓഫ് മോൾസും. അതായത് ഗ്യാസിന്റെ ടെമ്പറേച്ചർ, ഗ്യാസിന്റെ എമൗണ്ട്, ഈ രണ്ടെണ്ണത്തിൽ നമ്മൾ മാറ്റം വരുത്തുന്നില്ല. എന്നിട്ട് ആ ഗ്യാസിന്റെ പ്രഷറിൽ മാറ്റം വരുത്തുന്നു. പ്രഷറിൽ മാറ്റം വരുത്തുമ്പോൾ ഗ്യാസിന്റെ വോളിയത്തിൽ എന്ത് മാറ്റം വരുന്നു എന്ന് പറഞ്ഞു തരുന്ന നിയമമാണ് ബോയിൽസ് ലോ. ബോയിൽസ് ലോ പറഞ്ഞു ഇതാണ്. അറ്റ് കോൺസ്റ്റന്റ് കേൾക്കണേ, അറ്റ് കോൺസ്റ്റന്റ് കേൾക്കണം, അറ്റ് കോൺസ്റ്റന്റ് ടി ആൻഡ് എൻ, അറ്റ് കോൺസ്റ്റന്റ് ടി ആൻഡ് എൻ വിയും പിയും തമ്മിലുള്ള ബന്ധം എന്നറിയാവോ? വിയും പിയും തമ്മിലുള്ള ബന്ധം ഇതാണ്. വി പ്രൊപ്പോർഷണൽ ടു 1/p. വി പ്രൊപ്പോർഷണൽ ടു 1/p. വോളിയം പ്രഷറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. വോളിയം, ഗ്യാസിന്റെ വോളിയം പ്രഷറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. വാതകത്തിന്റെ വ്യാപ്തം അതിന്റെ മർദ്ദത്തിന് വിപരീതാനുപാതത്തിലാണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ മീൻസ് വിപരീതാനുപാതം. മലയാളം കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. വി പ്രൊപ്പോർഷണൽ ടു 1/p. So this is the mathematical form of Boyle's law. അപ്പോൾ ഒന്ന് നമുക്ക് അങ്ങനെ സ്റ്റേറ്റ് ചെയ്യാൻ നോക്കാം, എങ്ങനെ നിയമം പ്രസ്താവിക്കാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതിന്റെ മാത്തമാറ്റിക്കൽ ഫോം ആണ് പറഞ്ഞത്. ഇനി അതിന്റെ എങ്ങനെ നമുക്ക് അതിനെ സ്റ്റേറ്റ് ചെയ്യാം, ലോനെ എങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് അതിനെ പ്രസ്താവിക്കാം. വളരെ ഈസിയാണ്. ഇതിലേക്ക് നോക്കിയാൽ മതി. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയം ഓഫ് വാട്ട്സ്, എന്തിന്റെ വോളിയം? വോളിയം ഓഫ് ഗ്യാസ് അല്ലെ? ഗ്യാസ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഗ്യാസിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ മാസ് ഫിക്സഡ് ആണ്, നമ്പർ ഓഫ് മോൾസ് ഫിക്സഡ് ആണ്. അപ്പൊ എങ്ങനെ പറയുന്നത് അറിയാവോ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയം ഓഫ് ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസ്. എന്തുവാ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയം ഓഫ് ഫിക്സഡ് എമൗണ്ട് ഓഫ് ഗ്യാസ് ഈസ് inversely proportional to what? എന്തിന്? its pressure, അതിന്റെ പ്രഷറിനെ. ഓക്കേ അല്ലേ? അപ്പോൾ ഒന്നുകൂടി നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഞാൻ പറയുന്നു, at constant temperature volume of a fixed amount of gas, volume of fixed amount of gas is inversely proportional to its pressure. ഓക്കേ, അതായത് ഗ്യാസിന്റെ വോളിയം കൂടുമ്പോൾ അതിന്റെ പ്രഷർ കുറയും, അല്ലെങ്കിൽ പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും. പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും, പ്രഷർ കുറയുമ്പോഴോ വോളിയം കൂടും. പ്രൊവൈഡഡ് കണ്ടീഷൻ എന്താണ്? ടെമ്പറേച്ചറും നമ്പർ ഓഫ് മോൾസും ഫിക്സ്ഡ് ആയിരിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ഇത് പറയുമ്പോൾ തന്നെ സാന്ദർഭികമായിട്ട് ഞാനൊരു കാര്യം കൂടി നിങ്ങളോട് പറയട്ടെ. വി എന്തിനാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ? വി പ്രഷറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് വി പി കൂടുമ്പോൾ, പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും. അതേസമയം 1/p ഉണ്ടല്ലോ, 1/pക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. വി എന്ന് പറയുന്നത് പിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, 1/pക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അത് മനസ്സിലാക്കണേ. അതായത് വോളിയം കൂടുന്നു എങ്കിൽ പ്രഷർ കുറയും, പക്ഷെ 1/p കൂടും. പ്രഷർ കുറയുന്നു, 1/p കൂടും. ഇത് കൂടുമ്പോൾ ഈ ക്വാണ്ടിറ്റി കൂടും, ഈ ക്വാണ്ടിറ്റി കുറയും. ഒന്നുകൂടി, ഇത് കൂടുമ്പോൾ ഈ ക്വാണ്ടിറ്റി കൂടും, ഈ ക്വാണ്ടിറ്റി കുറയും. ഇത് കുറയുമ്പോൾ ഈ ക്വാണ്ടിറ്റി കുറയും, ഈ ക്വാണ്ടിറ്റി കൂടും. അത് മനസ്സിലാക്കണം കേട്ടല്ലോ. ഇനി നെക്സ്റ്റ്, അപ്പൊ സ്റ്റേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, at constant temperature volume of a fixed amount of gas is inversely proportional to its pressure എന്ന് പറയും. proportional to pressure എന്ന് പറയുന്നത്. ഓക്കെ, വെറുതെ proportional എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഡയറക്ട്ലി proportional ആണ്. ഓക്കെ അല്ലേ? ഇനി ഉണ്ടല്ലോ മക്കളെ, ഞാനിതിനെ വേറെ രീതിയിൽ കൂടി എഴുതട്ടെ. എങ്ങനെ പറഞ്ഞാല്, ഈ പീനെ ഞാൻ ഇങ്ങോട്ട് എടുക്കട്ടെ. പീനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പി ഇൻറ്റു വി നായില്ലേ? പി ഇൻറ്റു വി സി പ്രൊപ്പോർഷണൽ ടു 1 അല്ലെ? അല്ലെങ്കിലോ പി വി ഈസ് ഈക്വൽ ടു
ഈ പ്രൊപ്പോർഷണാലിറ്റി സൈന് മാറ്റിയിട്ട് ഞാനൊരു ഈക്വൽ ടു സൈന് കൊണ്ടുവരുന്നു. പ്രൊപ്പോർഷണാലിറ്റി സൈന് മാറ്റിയിട്ട് ഈക്വൽ ടു സൈന് കൊണ്ടുവരുമ്പോൾ എന്താവും? ഒരു കോൺസ്റ്റന്റ് വരും, ഒരു സ്ഥിരസംഖ്യ വരും, ഒരു സ്ഥിരസംഖ്യ, ഒരു കോൺസ്റ്റന്റ് വാല്യൂ വരും. അതിനെ ഞാൻ k എന്ന് വിളിക്കുന്നു. That k is actually a constant. Okay, so this is the another form of mathematical form of Boyle's law. So Boyle's law ന്റെ വേറൊരു mathematical form ആണ് PV is equal to constant. അല്ലെങ്കിലോ P proportional to 1/p. PV is equal to constant. Okay, ഇനി അടുത്തത് ഞാനിതിൽ നമ്മുടെ പ്രോബ്ലം ചെയ്യാൻ, ഇത് പ്രോബ്ലം വരുന്ന സെക്ഷനാണ്, കണക്ക് ചെയ്യാനുള്ള ഭാഗമാണിത്. അപ്പൊ ഇതിൽ പ്രോബ്ലം ചെയ്യുന്നതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. പ്രോബ്ലം സെക്ഷനിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഇതാണ്. ഒരു ഗ്യാസ്, ഏത് ഗ്യാസുമായിക്കൊള്ളട്ടെ, ഞാൻ ഓക്സിജൻ ഗ്യാസ് എടുക്കും. ഓക്സിജൻ ഗ്യാസ് എടുക്കും. ആ ഓക്സിജൻ ഗ്യാസിന് ഇപ്പോഴുള്ള ടെമ്പറേച്ചർ T ആണ്. ഓക്കെ, അതിൽ n നമ്പർ ഓഫ് മോൾസ് ഉണ്ട്. എത്ര? n നമ്പർ ഓഫ് മോൾസ് ഉണ്ട്. ഈ ഓക്സിജൻ ഗ്യാസ് T ടെമ്പറേച്ചറിലുള്ള n നമ്പർ ഓഫ് മോൾസ് ഉള്ള ഓക്സിജൻ ഗ്യാസിന്റെ ഇപ്പോഴുള്ള വോളിയം V1 ആണ്. ഇപ്പോഴുള്ള ഞാൻ വോളിയം മെഷർ ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ വോളിയം V1 ആണ്. ഓക്കെ, ആ സമയത്ത് തന്നെ ഞാൻ അതിന്റെ പ്രഷർ മെഷർ ചെയ്തു. അപ്പൊ പ്രഷർ P1 ആണ്. ഞാൻ പ്രഷർ മാറ്റും, പ്രഷർ P2 ആണ്. സ്വാഭാവികമായിട്ടും പ്രഷർ മാറുമ്പോൾ എന്ത് മാറും? വോളിയം മാറും. ആ വോളിയമാണ് V2. P1 പ്രഷറിൽ വോളിയം V1, P2 പ്രഷറിൽ വോളിയം V2. ഓക്കെ, ഇനി ടെമ്പറേച്ചർ നമ്പർ ഓഫ് മോൾസ് കോൺസ്റ്റന്റ് അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്ത് അപ്ലൈ ചെയ്യാം? ടെമ്പറേച്ചറും Tയും Nഉം കോൺസ്റ്റന്റ് ആണ് എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവിടെ ബോയ്സ് ലോ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെ പറയാം? P1 V1 is equal to a constant. P2 V2 is equal to a constant. അപ്പോൾ ഇതും കോൺസ്റ്റന്റ് ആണ്, ഈക്വൽ ആണ്, ഇതും കോൺസ്റ്റന്റിന് ഈക്വൽ ആണ്. അപ്പോൾ ഈ രണ്ടെണ്ണം ഈക്വൽ അല്ലേ? അതായത് P1 V1 is equal to P2 V2. P1 V1 is equal to P2 V2. ഓക്കെ അല്ലേ? ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ ഞാൻ ഇതെന്താ പറയാ, ഈ ബോയ്സ് ലോ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ബോയ്സ് ലോ അപ്ലൈ ചെയ്യുന്ന ഒരു സന്ദർഭം പറഞ്ഞുതരാം. നമ്മളിപ്പോൾ സാധാരണ വലിയൊരു അല്ലെങ്കിൽ ഒരു വാട്ടർ ബോട്ടിൽ വെള്ളം എടുക്കുന്നു. വെള്ളം എടുത്തിട്ട് ആ വാട്ടർ ബോട്ടിലുള്ള വെള്ളത്തിന് നമ്മൾ എന്താക്കുന്നു? നന്നായിട്ട് കുലുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ആ വാട്ടർ ബോട്ടിലിന്റെ താഴ്ഭാഗത്ത് നിന്ന് മുകളിലോട്ട് ബബിൾസ് കുമിളകൾ വരും. അല്ലെ, അതെങ്ങനെയാ വരുന്നത്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? താഴെ നിന്ന് മുകളിലേക്ക് വരുന്നതും അതിന്റെ സൈസ് കൂടിക്കൊണ്ട് വരും. ബബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്യാസ് ആണ്. ലിക്വിഡിന്റെ ഉള്ളിൽ ബബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഗ്യാസ് ആണ്. ഓക്കെ, അപ്പൊ കണ്ട ഈ ബബിളിന്റെ വോളിയം താഴെ വളരെ ചെറുതാണ്, സൈസ് വളരെ ചെറുതാണ്. എന്തെന്നറിയാവുക? താഴ്ഭാഗത്ത്, ഈ വാട്ടർ ബോട്ടിലിന്റെ താഴ്ഭാഗത്ത് പ്രഷർ കൂടുതലാണ്. പ്രഷർ കൂടിയ താഴ്ഭാഗത്ത് ആ ബബിളിന്റെ വോളിയം വളരെ കുറവാണ്. മുകളിലേക്ക് പോകുന്തോറും ലിക്വിഡിന്റെ പ്രഷർ കുറഞ്ഞുകൊണ്ട് വരും. പ്രഷർ കുറയും തോറും അതിന്റെ വോളിയം കൂടിക്കൊണ്ട് വരും. ഓക്കെ അല്ലേ? ഇനി ഈ ബോയ്സ് ലോ നമുക്ക് ഇത് ഒന്നുകൂടി പഠിക്കാനുണ്ട്. ബോയ്സ് ലോന്റെ ഗ്രാഫിക്കൽ ഫോം. നമ്മൾ ബോയ്സ് ലോനെ സ്റ്റേറ്റ് ചെയ്യും, അതിന്റെ മാത്തമാറ്റിക്കൽ ഫോം ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇതല്ല അതിന്റെ മാത്തമാറ്റിക്കൽ ഫോം ആണ്, ഗണിത രൂപങ്ങളാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അതിന്റെ ഗ്രാഫിക്കൽ ഫോമാണ്. എന്ത്? ഗ്രാഫിക്കൽ ഫോം. പറയട്ടെ, ഒന്ന്, പല രീതിയിൽ നമുക്ക് ഇതിനെ പല രീതിയിൽ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഗ്രാഫിക്കൽ ഫോം ഓഫ് ബോയ്സ് ലോ. ആദ്യം നടന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഗ്രാഫിൽ ഞാൻ ഇവിടെ പ്രഷർ എടുക്കുമ്പോൾ ഇവിടെ വോളിയം എടുക്കും. തിരിച്ചിട്ട്
എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല, ഇവിടെ വോളിയം ഇവിടെ പ്രഷർ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി നമ്മൾ ഈ ഗ്രാഫിൽ എന്താ പ്ലോട്ട് ചെയ്യേണ്ടത്? പ്രഷർ കൂടുമ്പോൾ അല്ലെങ്കിൽ പ്രഷർ കുറയുമ്പോൾ വോളിയത്തിൽ വരുന്ന മാറ്റം ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യണം. ഓക്കെ അല്ലേ? എന്താണ് പ്രഷർ കൂടുമ്പോൾ? പ്രഷർ കൂടുമ്പോൾ വോളിയം എന്താകും? കുറഞ്ഞുകൊണ്ട് വരും. അല്ലെങ്കിലോ വോളിയം കൂടുമ്പോൾ പ്രഷർ കുറഞ്ഞുകൊണ്ട് വരും. സോറി, വോളിയം കൂടുമ്പോൾ പ്രഷർ കുറഞ്ഞുകൊണ്ട് വരും. വോളിയം കൂടുമ്പോൾ പ്രഷർ കുറഞ്ഞുകൊണ്ട് വരും. വോളിയം കുറയുമ്പോൾ പ്രഷർ കൂടിക്കൊണ്ട് വരും. അങ്ങനെയല്ലേ? അങ്ങനെയല്ല. അതായത് ഇപ്പൊ ഇവിടെ ഇതാണ് വോളിയം എന്ന് വിചാരിക്കുക. വോളിയം വളരെ ചെറുതല്ലേ, അപ്പൊ പ്രഷർ വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഈ രണ്ടെണ്ണം ഗ്രാഫിൽ പ്ലോട്ട് ചെയ്താൽ ഇവിടെ നമുക്ക് പോയിന്റ് കിട്ടാം അല്ലേ? ഇനി ഞാൻ വോളിയം കുറച്ചുകൂടി കൂട്ടി, അപ്പൊ സ്വാഭാവികമായിട്ട് പ്രഷറിൽ നിന്ന് മാറ്റാൻ വരിക, പ്രഷറിൽ നിന്ന് മാറ്റാൻ വരിക, പ്രഷർ കുറയോ? ഇത് രണ്ടും ഓക്കെ, നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ഇങ്ങനെ ഇതേപോലെ വോളിയം കൂട്ടിക്കൊണ്ട് വരുമ്പോൾ പ്രഷർ കുറഞ്ഞുകൊണ്ട് വരും. അങ്ങനെ നമുക്ക് ഒരുപാട് പോയിന്റുകൾ കിട്ടൂലേ? ആ പോയിന്റുകളെല്ലാം കൂട്ടി യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എങ്ങനെയായിരിക്കോ? ഇങ്ങനെയുള്ള ഗ്രാഫ് കിട്ടും. കണ്ട, വോളിയം കൂടിക്കൊണ്ട് വരുന്നു, പ്രഷർ കുറഞ്ഞുകൊണ്ട് വരുന്നു. വോളിയം വളരെ കൂടിക്കഴിഞ്ഞാൽ പ്രഷർ കണ്ട വളരെ കുറവാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് പിയും പിയും എടുത്തിട്ട് ഗ്രാഫ് വരച്ചാല് നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഇങ്ങനെയാണ്. ഓക്കെ, ഇനി വേറെ എടുക്കാം. ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ കുഴപ്പമില്ലാതെ ഇവിടെ പിയും ഇവിടെ പിയും എടുത്തിട്ട് ഗ്രാഫ് വരക്കാം. എങ്കിലും നമുക്ക് ഇത് തന്നെ കിട്ടും. നെക്സ്റ്റ് ഞാൻ ഇവിടെ പിന്നെ വോളിയം എടുക്കും. ഇവിടെ 1/p ആണ് എടുക്കുന്നത്. 1/p. ഇവിടെ വോളിയം, ഇവിടെ 1/p. തിരിച്ചായാലും കുഴപ്പമില്ല. എങ്ങനെ? 1/p ഇവിടെ, v ഇവിടെ. ഇനിയോ ഇങ്ങനെ എടുക്കാം, 1/vയും പിയും എടുക്കാം, തെറ്റില്ല. അങ്ങനെ എങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരേ ഗ്രാഫാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? വോളിയം കൂടുമ്പോൾ 1/pയിൽ എന്ത് മാറ്റം വരുന്നു നോക്കി. അതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത്. വോളിയം കൂടുമ്പോൾ പ്രഷർ ഉണ്ടാവും, പ്രഷർ കുറയും. പക്ഷെ 1/p ഉണ്ടാവും, അത് കൂടും. വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയും, നമ്മൾ ആ നേരത്തെ ആദ്യത്തെ ഗ്രാഫിൽ കാണിച്ചു. അതേസമയം വോളിയം കൂടുമ്പോൾ 1/p ഉണ്ടാവും, അത് കൂടും. കാരണം വോളിയം പീക്കാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, അതേസമയം 1/p എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോ ഇവിടെ എത്രയാണ് വോളിയം? ഇവിടെ വോളിയം എത്രയാണ്? 0. വോളിയം 0 ആണെന്ന് പറഞ്ഞാൽ ഗ്യാസ് ഇല്ലാന്നല്ലേ അർത്ഥം. അപ്പൊ പ്രഷറും 0. ഇത് അവിടെ തന്നെ കിട്ടും. ഇനി ഞാൻ വോളിയം ലേശം കൂട്ടുന്നു, സ്വാഭാവികമായിട്ട് 1/p എന്താ? കൂടും. അപ്പൊ ഇത് രണ്ടും കൂട്ടുന്ന പോയിന്റ് അത് എവിടെയാണ്? ഇനി വേണ്ട വോളിയം ഞാൻ ലേശം കൂട്ടി, അപ്പൊ എന്താവും? 1/p കൂടും. രണ്ടും കൂട്ടുന്ന പോയിന്റ് എവിടെയാണ്? അങ്ങനെ ഒരുപാട് വോളിയം കൂട്ടിക്കൊണ്ട് വരുമ്പോൾ 1/pന്റെ വാല്യൂ കണ്ടെത്തിയിട്ട് ഇവിടെ പ്ലോട്ട് ചെയ്താൽ നമുക്ക് ഇങ്ങനെ കുറെ പോയിന്റുകൾ കിട്ടും. ആ പോയിന്റുകൾ നമ്മൾ ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. എങ്ങനെയുള്ള സ്ട്രെയിറ്റ് ലൈൻ? ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ അല്ലേ? ഇതാണ് വിയും 1/p എടുത്തിട്ട് ഗ്രാഫ് വരച്ചാല് കിട്ടുന്ന ഗ്രാഫ്. നെക്സ്റ്റ് ഇത് ഒരു ഫോം കൂടി ഉണ്ട് നമ്മളെ, ഒന്നുകൂടി ഉണ്ട് നോക്കോ. അതിന് ഞാൻ y ആക്സിസിൽ p × v, പിയുടെയും വിയുടെയും പ്രോഡക്റ്റ് ആണ് എടുക്കുന്നത്, PV. x ആക്സിസിൽ ഞാൻ എടുക്കുന്നത് വോളിയം അല്ലെങ്കിൽ പ്രഷർ, ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോ ആദ്യം വോളിയം എടുക്കും. എന്താണ് നിങ്ങൾ ഇവിടെ പ്ലോട്ട് ചെയ്യേണ്ടത്? v കൂട്ടിക്കൊണ്ട് വരുമ്പോൾ PVയിൽ വരുന്ന മാറ്റമാണ് ഇവിടെ പ്ലോട്ട് ചെയ്യേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, വോളിയം കൂടുമ്പോൾ ഇക്വേഷനിലേക്ക് നോക്ക്. വോളിയം കൂടുമ്പോൾ ഈ ക്വാണ്ടിറ്റി എന്താവും? കൂടുമോ കുറയുമോ? വോളിയം കൂടുമ്പോൾ ഈ ക്വാണ്ടിറ്റി കൂടുമോ കുറയുമോ? പറയൂ. എന്താണ്? ഒന്നും സംഭവിക്കില്ല. എന്തേ? അത് കോൺസ്റ്റന്റ് ആണ്. വോളിയം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രഷർ കുറയില്ലേ? അതുകൊണ്ട് P × V എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. PV മാറൂല.
വോളിയം എത്ര കൂട്ടിയാലും എത്ര കുറച്ചാലും പി വി എന്നാണ്. പി വി എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. അതായത് ഇതാ ഈ വോളിയത്തില് പി വിയുടെ വാല്യൂ ഇതാണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എവിടെ പോയിന്റ് കിട്ടും? എവിടെ പോയിന്റ് അല്ലെ? ഇനി വോളിയം വീണ്ടും കൂട്ടി, പക്ഷെ പി വി മാറുക ഇല്ല. പി വി അത് തന്നെ. അപ്പൊ ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന പോയിന്റ് എവിടെയാ? അതെവിടെ? വി വീണ്ടും കൂട്ടി, പി വി മാറുമോ? ഇല്ല. പി വി അത് തന്നെ. അപ്പൊ ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന പോയിന്റ് അത്രയും. അപ്പൊ നമ്മൾ ഈ പോയിന്റുകളെല്ലാം കൂട്ടി യോജിപ്പിച്ചാല് നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടും. എന്താണ് ആ ഗ്രാഫ്? എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള, എക്സ് അക്ഷത്തിന് സമാന്തരമായിട്ടുള്ള, എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്. മനസ്സിലായോ? അപ്പൊ ഇതാണ് പിന്നെ ബോയ്സ് ലോന്റെ മാത്തമാറ്റിക്കൽ ഫോംസ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഗ്രാഫ് വരയ്ക്കുമ്പോഴൊക്കെ ആ ഗ്യാസിന്റെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കിയിട്ട് നമ്മൾ വരച്ച ഗ്രാഫുകളാണ് ഈ പറയപ്പെട്ട 3 ഗ്രാഫുകൾ. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വരയ്ക്കുന്ന ഗ്രാഫുകളെ പറഞ്ഞൊരു പേരുണ്ട്. ആ പേരാണ് ഐസോതെർം. ഐസോതെർം. അങ്ങനെ നോക്കുമ്പോൾ ഈ പറയപ്പെട്ട 3 ഗ്രാഫുകൾ നമ്മൾ വരച്ചത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ടല്ലേ? അതുകൊണ്ട് തന്നെ ബോയ്സ് ലോന്റെ ഗ്രാഫുകൾ ഐസോതെർമുകളാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് വീണ്ടും തിരിച്ചു വരാം. ഗ്യാസ് ലോസില് പ്രധാനപ്പെട്ട 4 ലോസ് പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ ലോ ആണെന്ത്? ബോയ്സ് ലോ. എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഗ്യാസിന്റെ 4 പ്രധാനപ്പെട്ട മെഷറബിൾ പ്രോപ്പർട്ടീസിൽ ഏതെങ്കിലും 2 കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ബാക്കി 2 ക്വാണ്ടിറ്റികളിൽ വരുന്ന മാറ്റം നമ്മൾ എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഓക്കെ, ഒന്ന് മാറ്റുമ്പോൾ മറ്റൊന്നിൽ എന്ത് മാറ്റം വരുന്നു. അപ്പൊ ആദ്യത്തേല് ടിയും എന്നും കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ഏതെല്ലാം ടിയും എന്നും കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു. എന്നിട്ട് പ്രഷർ മാറ്റുമ്പോൾ വോളിയത്തിൽ എന്ത് മാറ്റം വരുന്നു എന്ന് പറഞ്ഞു തരുന്ന ലോ ആണ് ബോയ്സ് ലോ. ബോയ്സ് ലോ എന്താ പറയുന്നത്? അറ്റ് കോൺസ്റ്റന്റ് ടി ആൻഡ് എൻ V is inversely proportional to pressure. V is inversely proportional to pressure. Okay, V is proportional to 1 by P, or PV is equal to constant or P1 V1 is equal to P2 V2. Okay, നന്നായിട്ട് നോക്കൂ.